ഹലോ, എൻ്റെ ചാനലിലെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണേ. എൻ്റെ മോൻ ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് അവൻ്റെ ടീഷർട്ടിൽ ഒരു CR7 പഞ്ച് നീഡിൽ ചെയ്ത് വെച്ച് തരുമോ. അപ്പോൾ എനിക്ക് ആദ്യം ചെയ്യാൻ മടിയായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ. പിന്നെ രണ്ടും വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്തു. ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് പോപ്ലിൻ ഫാബ്രിക്കാണ്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ പഞ്ച് ചെയ്ത് നോക്കുമ്പോൾ അത് നീഡിൽ നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. നോർമലി മോം ക്ലോത്താണ് ഇതിന് ഉപയോഗിക്കുക. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ബിഗിനേഴ്സിനൊക്കെ നോർമൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന ഫാബ്രിക് തന്നെ മതിയാവും. പിന്നെ ത്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു പേൾ കോട്ടൻ്റെ ടൈപ്പാണ് കേട്ടോ. ഇത് നമുക്ക് സ്ട്രാൻഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൂടുതൽ ഈ ത്രെഡ് വെച്ച് ചെയ്യാനാണ് ഇഷ്ടം. കുറച്ചുകൂടെ സ്റ്റിഫായിട്ടിരിക്കും നമ്മുടെ വർക്കൊക്കെ. അപ്പോൾ നമ്പർ 7 ഞാനിപ്പോൾ ഇവിടെ പഞ്ച് നീഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓൾറെഡി Cയും Rയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 7 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് അത് അഴിച്ച അടയാളങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അത് ഇവിടെയും ചെയ്തു. പിന്നെ നമുക്ക് ഈ ത്രെഡ് അങ്ങനെ വേസ്റ്റ് ആവില്ല. പഞ്ച് നീഡിൽ ചെയ്യുമ്പോൾ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഡിസ്റ്റൻസ് അതെപ്പോഴും സെയിം ആവണം. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് അങ്ങനെ ആക്കിയത്. അതുപോലെ തന്നെ ഇത് താഴേക്ക് ഈ പഞ്ച് ചെയ്യുമ്പോൾ ഈ നീഡിൽ താഴേക്ക് നന്നായിട്ട് ഇറങ്ങണം. എല്ലാം ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ താഴെയുള്ള ത്രെഡിൻ്റെ സൈസിൽ നമുക്ക് ഡിഫറൻസ് വരും. അപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡിന് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ കൂടുതലും നമ്മൾ ഇത് ബാക്ക് സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നീഡിൽ നന്നായിട്ട് താഴേക്ക് ഇറക്കാൻ ശ്രദ്ധിക്കണം. മോങ്സ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ പോപ്പുലർ തന്നെ അത്ര ഫാസ്റ്റ് അല്ലെങ്കിലും നോർമൽ സ്പീഡിൽ ചെയ്യാം. ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ പഞ്ച് ചെയ്യുന്ന സമയത്ത് നീഡിലിൻ്റെ ആ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, അതെപ്പോഴും ഫ്രണ്ടിലേക്ക് പിടിച്ചിട്ട് വേണം പഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇനി ഓരോ റോ പഞ്ച് ചെയ്ത് വരുമ്പോഴും മാക്സിമം അവിടെ ഗ്യാപ്പില്ലാതെ പഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് ബാക്ക് സൈഡിൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുകയുള്ളൂ. മാക്സിമം ഗ്യാപ്പ് കൊടുക്കാതെ അടുപ്പിച്ചിട്ട് തന്നെ പഞ്ച് ചെയ്യാൻ നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻറ്റും ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കണേ. അപ്പോൾ നമ്പർ 7 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ത്രെഡ്സൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രിമ്മും ചെയ്ത് കളയാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു പഫിനെസ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ത്രെഡ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത്ര പഫിനെസ് ഉണ്ടാവില്ല. യാൺ വെച്ച് ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൂടെ പഫി ഫീൽ വരുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ തന്നെ ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ട്രിമ്മൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി Cയും Rയും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എക്സസൈസ് നിൽക്കുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഈ പഞ്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ആ ത്രെഡൊക്കെ ഇളകിപ്പോവും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. കുറച്ച് ഭാഗം മതി, എൻഡിൽ മാത്രം കുറച്ച് ഭാഗം വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഡ്ജസൊക്കെ ക്ലോത്തിൻ്റെ എഡ്ജസൊക്കെ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ എഡ്ജസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ത്രെഡ് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ സിസേഴ്സ് വെച്ചിട്ടോ കട്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്ത ആ ഡിസൈനിൽ പോയിട്ടാവും നമ്മൾ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കുക. എന്നിട്ട് പിന്നെ ആ എഡ്ജസ് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒട്ടിക്കണമെന്നില്ല. ഇനി അങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ കംഫേർട്ടാണ്. ശരിക്കും ഞാൻ ബ്ലാക്ക് കളർ ക്ലോത്തിലാണ് പഞ്ച് ചെയ്യാൻ തുടങ്ങിയത്. മോൻ്റെ ടീഷർട്ടും ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ നമ്മളത് തുന്നി വെക്കുമ്പോൾ കളർ ഡിഫറൻസ് ഒന്നും വരില്ല. പക്ഷെ ബ്ലാക്ക് ക്ലോത്തിൻ്റെ പഴക്കമുള്ളത് കാരണം എനിക്കിത് മാറ്റേണ്ടി വന്നു. പിന്നെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കളർ പറഞ്ഞത് ഇതായിരുന്നു. അപ്പോൾ അതിൽ പഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സും നമ്പറൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ടീഷർട്ടിൽ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ടീഷർട്ടിലൊന്ന് ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ത്രെഡ് വെച്ചിട്ട് തുന്നിയത്. പക്ഷേ എനിക്ക് ഇത് ടീഷർട്ടിൽ ഒട്ടിച്ച സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒട്ടിച്ച സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് കുറച്ച് മാറിപ്പോയി. അപ്പോൾ ഞാനത് വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലൂ ആയതിൻ്റെ ഒരു അടയാളം അവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ടത് അവിടെ നന്നായിട്ട് തുന്നി വെച്ച് കൊടുത്തു. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇതാണ് ഫൈനൽ ലുക്ക്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലെല്ലാം വിഷമമായിട്ടാണ് ഈ ഒരു അടയാളം വന്നപ്പോൾ. പക്ഷെ മോന് ഹാപ്പി ആയിരുന്നു. അവനതൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്.
പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ പറയുക. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ശരി.